രാജ്യത്തെ നടുക്കിയ അഹമ്മദാബാദിൽ വിമാന ദുരന്തത്തിൽ 241 മരണം. അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലെ ഗാറ്റ്വിക് വിമാനത്താവളത്തിലേക്ക് പോവുകയായിരുന്ന എയർ ഇന്ത്യ 717 വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിലേക്ക് തീപിടിച്ച് വിമാനം പതിക്കുകയായിരുന്നു. ഹോസ്റ്റലിൽ ആ സമയമുണ്ടായിരുന്ന 5 വിദ്യാർത്ഥികളും മരിച്ചു. മരിച്ചവരിൽ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും ഉൾപ്പെടുന്നുണ്ട്. തിരുവല്ല പുല്ലാട് സ്വദേശി രഞ്ജിത ജി നായരും മരിച്ചു. രക്ഷപ്പെട്ടത് ഒരേ ഒരു യാത്രക്കാരനാണ്. വിശ്വാസ് കുമാർ രമേശാണ് രക്ഷപ്പെട്ടത്. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തി. കിരൺ ബാബു ചേരുന്നുണ്ട്. കിരൺ, എന്താണ് ഏറ്റവും ഒടുവിലത്തെ വിശദാംശം? വിമാനത്തിന്റെ പ്രാഥമികമായ രക്ഷാപ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി. ഇനിയിപ്പോൾ 241 പേരുടെ മരണം, വിമാനത്തിലുണ്ടായിരുന്ന 241 പേരും അതോടൊപ്പം തന്നെ അവിടുത്തെ വിമാനം തകർന്നു വീണ കോളേജിലെ മെസ്സിൽ ഉണ്ടായിരുന്ന 5 MBBS വിദ്യാർത്ഥികളുമാണ് മരണമടഞ്ഞത്. ഇതുവരെയുള്ള കുറച്ച് MBBS വിദ്യാർത്ഥികളുടെ കൂടി പരിക്കേറ്റ് അവർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിമാനത്തിൽ ആകെ ഉണ്ടായിരുന്നവരിൽ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. അതും അത്യത്ഭുതകരമായ ഒരു രക്ഷപ്പെടലായിരുന്നു. വിമാനം തകർന്നു വീഴുന്നതിന് തൊട്ട് മുമ്പ് 11A വിശ്വാസ് കുമാർ അവിടുത്തെ എമർജൻസി എക്സിറ്റ് വഴി പുറത്തേക്ക് ചാടിയാണ് രക്ഷപ്പെട്ടത്. കാര്യമായ പരിക്കുകളില്ലാതെ വിമാനത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളത് വളരെ അത്ഭുതകരമായ ഒരു രക്ഷപ്പെടൽ കൂടിയായിരുന്നു. അത് ഇനിയിപ്പോൾ അടുത്ത് നടക്കേണ്ടത് വിമാനത്തിന് എങ്ങനെ അപകടമുണ്ടായി എന്നത് സംബന്ധിച്ച അന്വേഷണങ്ങളാണ്. അത് ആഭ്യന്തര അന്വേഷണങ്ങളും അതോടൊപ്പം തന്നെ ഇൻ്റർനാഷണൽ ഏജൻസികളുടെ അന്വേഷണങ്ങളും ഒക്കെ നടക്കും. അമേരിക്കയും UK ഔദ്യോഗികമായി തന്നെ ഈ രംഗത്തെ വിദഗ്ധന്മാരെ ഇന്ത്യയിലേക്ക് അന്വേഷണത്തിന് വേണ്ടി അയക്കാം എന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രാഥമികമായ ഇന്ത്യയിൽ നിന്നുള്ള അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. DGCയുടെ പ്രാഥമിക നിഗമനം അനുസരിച്ച് വിമാനത്തിൻ്റെ 2 എഞ്ചിനുകളിലും ഒരേ സമയത്ത് തന്നെ പക്ഷികൾ ഇടിച്ചതാണ് അപകട കാരണമെന്നാണ് വിലയിരുത്തുന്നത്. ഇത് പ്രാഥമിക നിഗമനം മാത്രമാണ്. വിമാനത്തിൻ്റെ പ്രൊപ്പല്ലറുകളിലേക്ക് ഒന്നോ അതിലധികമോ പക്ഷികൾ കയറുകയും അതുപോലെ പ്രൊപ്പല്ലർ പ്രവർത്തനരഹിതമാവുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത്തരത്തിൽ അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരു സാധ്യതയായി അവർ ഔദ്യോഗികമായി പറഞ്ഞിട്ടുള്ളത് ഇത് മാത്രമാണ്. മറ്റൊന്ന്, യന്ത്ര തകരാറടക്കമുള്ള വിഷയങ്ങൾ ഒക്കെ പരിശോധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ വിമാനത്തിൻ്റെ റൺവേയിൽ പൂർണ്ണമായും ഉപയോഗിച്ചിരുന്നു. അതോടൊപ്പം വിമാനം ആവശ്യമായ വേഗതയിൽ എത്തിയ ശേഷമാണ് വിമാനം ടേക്ക് ഓഫ് ചെയ്തത്. അത്തരം കാര്യങ്ങളിലൊക്കെയുള്ള സാങ്കേതിക സംശയങ്ങൾ ഈ രംഗത്തെ വിദഗ്ധരടക്കം ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിമാനം ഏകദേശം 600-700 അടിയോളം ഉയരത്തിലാണ് എത്തിയത്. അവിടെ നിന്നാണ് വിമാനം തകർന്നു വീഴുന്നത്. വിമാനത്തിൽ നിന്ന് അവസാന നിമിഷം മെയ് ഡേ എന്ന് പറയുന്ന സന്ദേശം, അത് വിമാനം അപകടത്തിലേക്ക് പോവുകയാണ്, ഇത് വിമാനം ജീവൻ തന്നെ അപകടത്തിലാവുന്ന ഏറ്റവും അപകടകരമായ സന്ദർഭത്തിൽ തൊട്ട് മുന്നിൽ അപകടം ഉണ്ടാവുന്നു എന്ന തരത്തിലുണ്ടാകുന്ന സന്ദേശമാണ്. അത് നൽകി നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ, 1 മിനിറ്റ് പോലും എടുത്തില്ല, പിന്നീട് ഏകദേശം 30-40 സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ വിമാനം തകർന്നു വീഴുകയായിരുന്നു. വിമാനത്തിൻ്റെ 2 എഞ്ചിനുകളുടെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചു എന്ന് വേണം കരുതാൻ. കാരണം ഇത് ബോയിങ് 787 വിമാനമാണ്. ബോയിങ് 787 വിമാനത്തിൽ 2 എഞ്ചിനുകളാണുള്ളത്. ഒരു എഞ്ചിൻ തകരാറ് വന്നാലും മറ്റേ എഞ്ചിൻ കൊണ്ട് അടിയന്തരമായി ലാൻഡ് ചെയ്യിക്കാൻ കഴിയും എന്നുള്ളതല്ല അതിൻ്റെ പ്രത്യേകത. ലക്ഷ്യസ്ഥാനത്തേക്ക് തന്നെ പറന്നു പോകാൻ കഴിയുന്ന ശേഷിയുള്ള എഞ്ചിൻ തന്നെയാണ്. പക്ഷേ ആ 2 എഞ്ചിനുകളും ഒരേ സമയത്ത് തന്നെ പ്രവർത്തനരഹിതമായി എന്ന് വേണം കരുതാൻ. അത് എങ്ങനെയാണ് പ്രവർത്തനരഹിതമായത് എന്നുള്ളതാണ് എനിക്ക് കണ്ടെത്തേണ്ടത്. അത് വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സിൻ്റെ പരിശോധന വഴിയും മറ്റ് ശാസ്ത്രീയ പരിശോധനകൾ വഴിയുമൊക്കെയാണ് ഇത്തരം കണ്ടെത്തലുകളൊക്കെ നടത്തേണ്ടത്. വിമാനത്തിൻ്റെ ചിറകിനോട് ചേർന്നുള്ള ഫ്ലാപ്പുകൾ ഉയർത്തി താഴ്ന്ന പൊസിഷനിലായിരുന്നില്ല. സാധാരണഗതിയിൽ വിമാനം പറന്നുയരുമ്പോൾ ഉണ്ടായിരുന്ന പൊസിഷനിലായിരുന്നില്ല. വിമാനത്തിൻ്റെ ടയറുകൾ 400 അടിയൊക്കെ വരുമ്പോൾ ഉള്ളിലേക്ക് വലിക്കേണ്ടതാണ്, പക്ഷേ അതൊന്നും വലിച്ചിരുന്നില്ല തുടങ്ങിയ വിവരങ്ങളൊക്കെ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ രംഗത്തെ വിദഗ്ധരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് അപകട കാരണം എന്നുള്ളത് ഇനി ഈ വിദഗ്ധ അന്വേഷണത്തിലൂടെ മാത്രമാണ് കണ്ടെത്താൻ കഴിയുക. അത്തരമൊരു വിദഗ്ധ അന്വേഷണം നടത്തിയേ മതിയാവും. കാരണം ഇത് ഇന്ത്യക്ക് മാത്രമുള്ള വിഷയമല്ല. ബോയിങ് വിമാനങ്ങൾ ലോകത്തെ വിവിധ രാജ്യത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഏകദേശം 1100ഓളം ബോയിങ് വിമാനങ്ങൾ, ഈ ബോയിങ്ങിൻ്റെ ഈ 787 സീരീസിലുള്ള വിമാനങ്ങൾ ലോകത്തെ വിവിധ വിമാന കമ്പനികൾ ഉപയോഗിക്കുന്നുണ്ട്. ഇന്ത്യൻ എയർലൈൻസ് തന്നെ ഇതിൻ്റെ ഏകദേശം 29 വിമാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. കൂടുതൽ ഓർഡറുകൾ ഇനിയും ബോയിങ് കമ്പനികൾ ഓർഡറുകൾ നൽകിയിട്ടുണ്ട്. അത്രത്തോളം ഓർഡറുകൾ നൽകാനുമുണ്ട്. അങ്ങനെ ലോകത്ത് തന്നെ കഴിഞ്ഞ 14 വർഷമായി ഏറ്റവും സുരക്ഷിതമായി സഞ്ചരിക്കാൻ കഴിയുന്ന വിമാനം ആ വിമാനങ്ങളുടെ പ്രധാനപ്പെട്ട ലെവലിൽ ഒന്ന് തന്നെയാണ് ഈ ഡ്രീം ലൈനർ എന്ന് പറയുന്നത്. ആ ഡ്രീം ലൈനർ ഇതുവരെയും മേജർ ആക്സിഡൻറ്റുകൾ, വലിയ ആക്സിഡൻറ്റുകളിലൊന്നും പറ്റിയിട്ടില്ല. ആദ്യമായിട്ടാണ് ഡ്രീം ലൈനർ ഇത്തരം ഒരു ആക്സിഡൻറ്റിൽ പെടുന്നത്. ഡ്രീം ലൈനറിൻ്റെ സാങ്കേതിക പിഴവ് സംബന്ധിച്ച് ബോയിങ് കമ്പനിയിലെ ഒരു എഞ്ചിനീയർ തന്നെ പുറത്തു വന്ന് അത് പരസ്യമായി വിളിച്ചു പറഞ്ഞിരുന്നു. അതിനെ തുടർന്ന് അത്തരം അന്വേഷണങ്ങൾ അമേരിക്കയും അതോടൊപ്പം തന്നെ ബോയിങ് കമ്പനിയും ഒക്കെ നടത്തിയിരുന്നു. പക്ഷേ അങ്ങനെ സുരക്ഷാ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് അന്ന് ബോയിങ് കമ്പനി അവകാശപ്പെട്ടിരുന്നത്. അത് പൂർണ്ണമായും ശരിയാണോ എന്നത് പരിശോധിക്കണം. അതോടൊപ്പം തന്നെ ബോയിങ് ഈ
വിമാനത്തിൽ ഏതെങ്കിലും തരത്തിൽ സാങ്കേതിക തകരാറുണ്ടെങ്കിൽ ആ വിമാനത്തിന് തന്നെ ഓട്ടോ ഡിറ്റക്ഷൻ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ആ സാങ്കേതിക തകരാർ കണ്ടെത്താനുള്ള അത്തരം കണ്ടെത്തിയിരുന്നോ എന്നുള്ളത് പരിശോധിക്കണം. അതോടൊപ്പം തന്നെ വിമാനം നിശ്ചിത കാലാവധിക്കുള്ളിൽ ഗ്രൗണ്ടിൽ ഇറക്കി അല്ലാതെ തന്നെ പരിശോധന നടത്തണം എന്നുള്ള വ്യവസ്ഥയുണ്ട്. അത് നടത്തിയിരുന്നോ എന്നുള്ളത് പരിശോധിക്കണം. ഇനി പൈലറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ ഹ്യൂമൻ എറർ ഉണ്ടായിട്ടുണ്ടോ, അത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കണം. അങ്ങനെ വിശദമായ പരിശോധനകൾ നടത്തിയ ശേഷം മാത്രമേ ഇത് എങ്ങനെയാണ് അപകടം ഉണ്ടായത് എന്ന് കണ്ടെത്താൻ കഴിയൂ. എന്തായാലും അപകടത്തിൽ ലോകം തന്നെ നടുങ്ങിയ അത്യന്തം ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായത്. അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിൽ നിന്നും 1:38 വിമാനം പറന്നുയരുന്നു. ആ വിമാനം പറന്നുയർന്ന് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ വിമാനം പൂർണ്ണമായും താഴേക്ക് വീണ് കെട്ടിടത്തിലേക്ക് വീണ് AJ കോളേജിൻ്റെ മെസ്സ് സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിൻ്റെ മുകളത്തെ നിലയിലേക്കാണ് ഇടിച്ചു കയറുന്നത്. അവിടെ വീണ വിമാനം തകർന്ന് തീപിടിക്കുകയായിരുന്നു. വിമാനം തകർന്നു വീണ് തന്നെ വിമാനത്തിലിരിക്കുന്ന ഭൂരിപക്ഷം യാത്രക്കാർ 241 ഭൂരിപക്ഷം യാത്രക്കാരും മരണപ്പെട്ടിട്ടുണ്ടാവും. ഇനി അങ്ങനെയല്ല, മരണപ്പെടാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വിമാനം പെട്ടെന്ന് തന്നെയാണ് തീ പിടിച്ച ഒരു അഗ്നിഗോളമായി മാറുന്നത്. ഏകദേശം വിമാനത്തിൽ ലണ്ടൻ വരെ പറക്കാനുള്ള ഫ്യൂവൽ അതിലുണ്ടായിരുന്നു. ആ ഫ്യൂവൽ കൂടി ചേർന്നുകൂടി ഇത് ഒരു ഫർണസിന് സമാനമായിട്ടാണ്. ഏകദേശം 1 മണിക്കൂറോളം എടുത്തു തീ, വലിയ തോതിലുള്ള തീയെങ്കിലും ഒന്ന് അണച്ചെടുക്കാൻ. അതിനുശേഷം മണിക്കൂറുകൾക്ക് ശേഷമാണ് വിമാനത്തിൻ്റെ അകത്തേക്കൊക്കെ ആളുകൾ കയറാൻ കഴിയുന്ന രീതിയിലേക്ക് കത്തി പഴുത്തു നിൽക്കുന്ന ഒരവസ്ഥയിൽ നിൽക്കുകയായിരുന്നു വിമാനം. ആ വിമാനത്തിൽ അതുകൊണ്ട് തന്നെയാണ് വിമാനത്തിലെ ഈ യാത്രക്കാർ പൂർണ്ണമായും മരണമടയുന്ന ഒരു അവസ്ഥയുണ്ടായത്. അതോടൊപ്പം തന്നെ വിമാനം ചെന്നിടിച്ച കെട്ടിടത്തിൻ്റെ മുകൾ നിലയിലുണ്ടായിരുന്ന മെസ്സ് ഏകദേശം മുകളിലത്തെ 2 നില ഏകദേശം പൂർണ്ണമായും തന്നെ തകർന്നു. ആ മെസ്സിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളാണ്, അല്ലെങ്കിൽ അവിടുത്തെ മെഡിക്കൽ വിദ്യാർത്ഥികളാണ് 5 പേർ മരണമടഞ്ഞത്. ഏകദേശം 50ഓളം പേരുണ്ടായിരുന്നു. ബാക്കിയുള്ള ഭൂരിപക്ഷം പേരുടെയും പരിക്ക് നിസ്സാരമായ പരിക്കുകളാണ്. ചിലർക്ക് ഗുരുതരമായ പരിക്കുകളുണ്ട്. പക്ഷേ ആരും അങ്ങനെ അതീവ ഗുരുതരമായ ഒരു അവസ്ഥയിലല്ല എന്നുള്ളതാണ് ഏറ്റവും അവസാനം വരുന്ന റിപ്പോർട്ടുകൾ ഒക്കെ വരുന്നത്. എന്തായാലും മരണസംഖ്യ ഇത്രയുമായിരിക്കുന്നു. ടാറ്റ കമ്പനി, ഇന്ത്യൻ എയർലൈൻസിൻ്റെ ഓണറായ ടാറ്റ കമ്പനി മരണമടഞ്ഞ ഓരോരുത്തരുടെ കുടുംബത്തിനും 1 കോടി രൂപ വീതം നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി മറ്റ് അന്വേഷണങ്ങളുമൊക്കെയാണ് നടക്കേണ്ടത്. അത്തരം നടപടികൾക്കായി നേതൃത്വം നൽകാനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ നേരിട്ട് അഹമ്മദാബാദിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം തന്നെ ഈ സംഭവത്തിൽ അതോടൊപ്പം തന്നെ ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ UK-യുടെയും പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി അടക്കം രാഷ്ട്രപതിയും അടക്കമുള്ളവർ ഈ അപകടത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ വിശദമായ അന്വേഷണം വേണമെന്ന് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത്തരം അന്വേഷണ നീക്കത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ നീങ്ങുന്നത്. കിരൺ, അതോടൊപ്പം തന്നെ ഈ ബ്ലാക്ക് ബോക്സ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നല്ലോ, വളരെ നിർണായകമായ ഒരു കാര്യം എന്നുള്ളത് എങ്ങനെയാണ് ഈ തകരാർ സംഭവിച്ചത്? പൈലറ്റിൻ്റെ പിഴവാണോ, സാങ്കേതികമായ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനെ ഒരുപാട് സംശയങ്ങൾക്ക് ഇനിയും ചോദ്യതയുണ്ട്. ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇപ്പോഴും മറുപടി ലഭിക്കേണ്ടതുണ്ട്. അപ്പോൾ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയ സ്ഥിതിക്ക് ഇനി ഏവിയേഷൻ്റെ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അയക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ എപ്പോഴായിരിക്കും എന്നതിനെക്കുറിച്ച് എന്തെങ്കിലും വ്യക്തതയുണ്ട്? ഔദ്യോഗികമായി അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ അന്വേഷണ നടപടികളിലേക്കാണ്, സാങ്കേതിക കാര്യങ്ങളിലേക്കാണ് നീങ്ങേണ്ടത്. സ്വാഭാവികമായും അത്തരം നടപടികളൊക്കെ എത്രയും വേഗത്തിൽ തന്നെ ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി ബ്ലാക്ക് ബോക്സ് പരിശോധിച്ച് കഴിഞ്ഞാൽ വിമാനം ടേക്ക് ഓഫിന് വേണ്ടി എത്ര സമയം എടുത്തു, എത്ര സമയം അതിന് എത്ര സ്പീഡ് ഉണ്ടായിരുന്നു, ആ സമയത്ത് ആവശ്യമായ സ്പീഡ് വിമാനത്തിന് ആ പവറിലേക്ക് എത്തിയ ശേഷം മാത്രമാണോ ടേക്ക് ഓഫ് ചെയ്തിരുന്നത്? അത് സാധാരണ ടേക്ക് ഓഫിൽ ഓട്ടോ പൈലറ്റിംഗ് അല്ലാതെ മാനുവലായി ടേക്ക് ഓഫ് ചെയ്യുന്ന രീതിയാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ ആ മാനുവലായി തന്നെ ചെയ്തപ്പോൾ അതിൽ ഏതെങ്കിലും തരത്തിൽ ജഡ്ജ്മെൻറ്റ് എറർ പൈലറ്റിനുണ്ടായ എക്സ്പീരിയൻസ്ഡ് പൈലറ്റാണ്. ഏകദേശം 8200 മണിക്കൂർ അന്താരാഷ്ട്ര വിമാനം പറത്തി പരിചയമുള്ള ഒരു പൈലറ്റാണ്. 8200 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഏകദേശം 334 ദിവസം പൂർണ്ണ അദ്ദേഹത്തിൻ്റെ യാത്രയുടെ മണിക്കൂറുകൾ കണക്കാക്കിയാൽ അത്രയും ദിവസം അദ്ദേഹം വിമാനം പറത്തിയുള്ള പരിചയം. വളരെ എക്സ്പീരിയൻസ്ഡ് ആയ ഒരു പൈലറ്റാണ് ഉണ്ടായിരുന്നത്. കോ പൈലറ്റും അതുപോലെ തന്നെ 1100 മണിക്കൂറോളം വിമാനം പറത്തി പരിചയമുള്ള ഒരു കോ പൈലറ്റുമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ എക്സ്പീരിയൻസിന് കുറവല്ല. പക്ഷേ എത്ര എക്സ്പീരിയൻസ് ഉള്ള മനുഷ്യനും ചിലപ്പോൾ ജഡ്ജിങ് എററൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത്യപൂർവമായിട്ടെങ്കിലും അങ്ങനെ എന്തെങ്കിലും ജഡ്ജിങ് എറർ ഉണ്ടായതാണെങ്കിൽ ഈ